ചെറിയ മക്കൾ പഠിച്ച് ദോഷം ചെയ്യാത്ത പാപങ്ങൾ ചെയ്യാത്ത ചെറിയ മക്കളുണ്ട്. അല്ലാഹുവേ, മക്കളെ കൊണ്ടാണ് നിങ്ങൾക്ക് റിസ്ക് കിട്ടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് നീ ചെറിയ മക്കളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് സയ്യിദ് യാസീൻ തങ്ങൾ ഒരു സുഖമില്ലാതെ അതുകൊണ്ട് തലവേദന ആയതുകൊണ്ട് തലവരുത്തം ആയതുകൊണ്ട് പോയതാണ്. നമ്മളെ സയ്യിദ് യാസീൻ അൽ ഐദറൂസി തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ റഹ്മാനേ. അങ്ങനെ തങ്ങന്മാർ കാമി പറയുന്ന മജ്ലിസാണ്. അപ്പം എന്തേ നമ്മൾ പറഞ്ഞ വിഷയം യുദ്ധത്തിനും സമാധാനം അല്ലേ? യുദ്ധത്തിന് സമാധാനമാണ്. പെണ്ണുങ്ങളെ ഇടങ്ങേറാക്കരുത്. യുദ്ധത്തിന് പോകുമ്പോ കാഫിറിന്റെ ഭാര്യയാണെന്ന് ചുറ്റി ഇടങ്ങേറാക്കരുത്. കുട്ടികളെ നിങ്ങൾ കഷ്ടപ്പെടുത്തരുത് എന്ന് പഠിപ്പിച്ച ആളല്ലേ മുഹമ്മദ് മുസ്തഫ. ആ സമാധാനം കൊണ്ടല്ലേ, ആ കരുണ കൊണ്ടല്ലേ, ആ സ്നേഹം കൊണ്ടല്ലേ ദീനിവിടെ നിലനിൽക്കുന്നത്. നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം ഉണ്ടായത് വാളുകൊണ്ടാണോ? അല്ല. യുദ്ധം ചെയ്തിട്ട് ഇവിടെ ഇസ്ലാം ഉണ്ടായതാണോ? അല്ല. പിന്നെയോ തങ്ങൾ വന്നിട്ട് കറാമത്തല്ലേ ഇവിടെ നൽകിയത്, സമാധാനമല്ലേ നൽകിയത്. അജ്മീർ നിങ്ങൾ പോയിട്ടില്ലേ മോനെ? ഹനീഫ പോയിട്ടില്ലേ? ഇല്ലെങ്കിൽ പെട്ടെന്ന് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അൽമദീനയിൽ നിന്ന് ഈ വരുന്ന ബുധനാഴ്ച സമ്മേളനത്തിന്റെ മുമ്പുള്ള ബുധനാഴ്ച സിയാറത്തിന് പോകുന്നുണ്ട്. സൗകര്യമുള്ളവർക്കൊക്കെ പോകാം. അജ്മീറിൽ പോയാൽ കാണാം അനാസാഗർ എന്ന് പറയുന്ന വലിയ തടാകം. ആ വലിയ തടാകത്തിൽ നിന്ന് അവിടുത്തെ രാജാവ് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ വന്നുകൊണ്ട് അതേ ഹബീബായ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഹബീബായ തങ്ങൾ വഫാത്തായി എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച മഹാനാണ് അജ്മീറിൽ ഇപ്പോഴുള്ള മഹാനായ അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളെ. പക്ഷേ ആ തങ്ങൾക്ക് അതാ റസൂലുള്ളാഹിന്റെ ഭാഗത്തിൽ നിന്ന് നിർദ്ദേശം വരികയാണ്, നിങ്ങൾ പോകണം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് പോകണം. പോകാനുള്ള അതേ പൊരുത്തം കൊടുത്തതാരാണ്? അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹുവിന്റെ റസൂല് പൊരുത്തം കൊടുത്തതിന്റെ വാസിത എന്താണ്? അതിന്റെ മീഡിയം എന്താണ്? അതിന്റെ മീഡിയേറ്റർ, അതിന്റെ മധ്യവർത്തി ആരാണ്? അജ്മീർ ഖാജാക്ക് റസൂലുള്ളാഹിയിൽ നിന്ന് പൊരുത്തം കിട്ടാൻ ഇടയിൽ ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതാരാണെന്ന് അറിയുമോ? എന്നോട് തന്തേകൾ അതൊന്ന് ഞാൻ ചൊല്ലുകിൽ അതൊന്നാടൻ ചൊല്ലി അല്ലാഹു പേരോ തുതിയും സലാവാത്തോ അതിനാൽ തോടൻ അരു ചെയ്ത വേദാമ്പർ ആയേ മുഹമ്മദ ബർഗീലാനോ അതേ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി والشيخ محي الدين عبد القادر جيلاني يا غوث محي الدين عبد القادر جيلاني السرار رباني يا شيخ محي الدين عبد القادر جيلاني يا غوث محي الدين عبد القادر جيلاني السرار رباني പ്രകൃതി ശുദ്ധമന്ദശക്തി നിർഭയമായി പ്രസന്നമെന്നും തിങ്ങി പൊങ്ങി ഭംഗിരംഗമായി പ്രകൃതി ശുദ്ധമന്ദശക്തി നിർഭയമായി പ്രസന്നമെന്നും തിങ്ങി പൊങ്ങി ഭംഗിരംഗമായി പ്രവർത്തനത്തിൽ അഭിമാനി
ശൈഖിന്റെ പൊരുത്തം കൊണ്ടാണ്, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ റെക്കമെൻഡ് ചെയ്തത് കൊണ്ടിട്ടാണ് ഇന്ത്യയിലേക്ക് നിയോഗിച്ചത്. ആരെയാ മോനെ ഇന്ത്യയിലേക്ക് നിയോഗിച്ചത്? അജ്മീർ ഖാജ തങ്ങളെ. അജ്മീർ ഖാജ തങ്ങളെ. ഈ മക്കളാരും അജ്മീർ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോയിട്ടോ? നീ പോയോ? പോയിട്ടില്ലല്ലോ. ഇൻഷാ അല്ലാഹ് പോയിട്ടില്ല. വേഗം പോണം. എന്റെ വാപ്പകളല്ലേ, ആ വാപ്പാക്ക് ഈ കുട്ടിനെയും കൊണ്ട് വേഗം എല്ലാ കുട്ടികളെയും കൊണ്ടിട്ട് എല്ലാ ബാപ്പമാർക്കും അജ്മീർക്ക് പോകാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. അതേ അജ്മീർ ഖാജ തങ്ങൾ അവിടെ വന്ന് ഇബാദത്ത് എടുക്കുകയാണ്. അനാസാഗർ എന്ന് പറയുന്ന വലിയ തടാകം കണ്ടിട്ടില്ലേ നിങ്ങള്? അതാ മൂപ്പര് കണ്ടിട്ടുണ്ട്. ഇപ്പൊ വന്ന ആജിയര് വന്ന് കണ്ടിട്ടുണ്ട്. അതാ മൂപ്പര് പോയിട്ടുണ്ട് അല്ലേ? അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. നിങ്ങൾ അജ്മീർ പോയിട്ടില്ലേ? ഉണ്ട് ഉണ്ടെന്നല്ലപ്പോ ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞത് അല്ലാഹു തആല യാഥാർത്ഥ്യമാക്കി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് കളവാകാതിരിക്കണമെങ്കിൽ മൂപ്പര് പോണം, വേഗം പോകാൻ അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്. അജ്മീറിൽ അനാസാഗർ വലിയ തടാകമാണ്. ആ തടാകത്തിന്റെ വക്കത്ത് മഹാനവർകൾ വന്ന് ഇബാദത്ത് എടുക്കുമ്പോ രാജാവ് വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഈ നാട്ടിൽ നിൽക്കാൻ പറ്റൂല, പോണം പറഞ്ഞു. അപ്പൊ അജ്മീർ ഖാജ തങ്ങൾ അവിടുന്ന് ഇബാദത്ത് എടുക്കുകയാണ്. കുറച്ച് ഖാദിമീങ്ങളുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് അജ്മീർ ഖാജ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ഇടങ്ങേറുണ്ടാക്കൂല, ആരെയും ബുദ്ധിമുട്ടാക്കൂല, ആരെയും ദ്രോഹിക്കൂല, ആരെയും അടിക്കൂല, ചീത്ത പറയൂല. ഞങ്ങൾ ഇവിടെ കുറച്ച് വെള്ളം എടുക്കും, കുറച്ച് തണ്ണി. ഇത് തന്നെയാണ് വെച്ച തണ്ണിയല്ല, ചപ്പത്തണ്ണി. അങ്ങനെ ഞാൻ ഇവിടെ പിന്നെ ഇവിടെ മലയാളന്റെ ആൾക്കാരാണ്, ഓരോ നാട്ടിൽ ഓരോ ഭാഷ. അപ്പൊ ഏതായാലും കുറച്ച് തണ്ണി ഞങ്ങൾ എടുക്കും, ഞങ്ങൾ ഒന്നുകൊടുക്കും. അതിനുള്ള വെള്ളം മതി, ഒരു കുടം വെള്ളം മതി. രാജാവ് പറഞ്ഞു, പറ്റൂല, ഒരു തുള്ളി വെള്ളം എടുക്കാൻ പറ്റൂല, ഒരു തുള്ളി വെള്ളം പോലും എടുക്കാൻ സമ്മതിക്കൂല. സുഹൃത്തുക്കളെ, ഉമ്മമാരെ, ബാല്യക്കാരെ, ചെറുപ്പക്കാരെ. അപ്പൊ അജ്മീർ ഖാജ പറഞ്ഞു, ഓക്കെ റെഡി, ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കും, അത് ഞങ്ങൾ എടുത്തോട്ടെ, അത് മാത്രം ലാസ്റ്റ്, അത് മാത്രം മതി, വേറെ വേണം. ആ ചെറിയ രാജാവ് പറഞ്ഞു ഓക്കെ. രാജാവ് പറഞ്ഞു എടുത്തോളൂ, ഒരു ചെറിയ പാത്രം എടുത്തോളൂ, പിന്നെ എടുക്കരുത്, ഇല്ല എടുക്കൂല. അങ്ങനെ ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തു. ആ ചെറിയ പാത്രത്തിൽ വെള്ളമെടുത്തതോടുകൂടി ഈ തടാകത്തിലെ വെള്ളം മുഴുവനും വറ്റുകയാണ്, ഒരു തുള്ളിയില്ലാതെ ഉണങ്ങുകയാണ്. സുന്നിയാളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു സംശയമൊന്നുമില്ല അല്ലേ? ഉണ്ടാവോ? കാരണം സാവാ തടാകം പറ്റിയത് നമ്മൾ ചെറുപ്പത്തിലേനെ പഠിച്ചതല്ലേ മോനെ, അല്ലേ? സാവാ തടാകം പറ്റിയല്ലോ. റസൂലുള്ളാഹിനെ പെറ്റ സമയത്ത് അങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന സംഗതി റസൂലുള്ളാഹിനെ പെറ്റപ്പോ സാവാ തടാകം പറ്റിയത്. എന്താ ഈ സാവാ തടാകം എന്ന് കൊടുത്തുണ്ടോ? സാവാ തടാകം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ഗ്രാമങ്ങൾക്ക് വെള്ളത്തിലോട്ട് വെള്ളം നൽകിയിരുന്ന നൂറുകണക്കിന് സാവ എന്ന് പറയുന്ന തടാകത്തിന്റെ വക്കത്തുള്ള നൂറുകണക്കിന് ദേവസ്ഥാനങ്ങളുണ്ട്. അവിടത്തേക്ക് മുഴുവനും തണ്ണി ഈ സാവയിൽ നിന്നാണ് കിട്ടിയിരുന്നത്. പക്ഷേ മക്കത്ത് ആമിന ബീവി റസൂലുള്ളാഹിനെ പെറ്റപ്പോ അതാ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 1 2 3 വെള്ളം പറ്റിപ്പോയി. ഒരൊറ്റ തുള്ളി വെള്ളമില്ലാണ് മാത്രമല്ല ഉണങ്ങിപ്പോയി, വെയില് കൊണ്ട് വറ്റി വരണ്ട പോലെ ഉണങ്ങിപ്പോയി. ഇത് വിശ്വസിക്കുന്ന സുന്നികൾക്ക് പിന്നെ അജ്മീറിലെ തടാകം പറ്റിയതിൽ ഡൗട്ടില്ല, പിന്നെ സംശയമില്ല. സുഹൃത്തുക്കളെ, ഒരൊറ്റ തുള്ളി വെള്ളമില്ല. ഈ കുടത്തിൽ വെള്ളമെടുത്തു ആര്? അജ്മീർ ഖാജ തങ്ങൾ. കുടത്തിൽ വെള്ളമെടുത്തതോടുകൂടി ബിൽകുൽ നഹി പാനി പാനി ബിൽകുൽ നഹി എന്ന് പറഞ്ഞാൽ തണ്ണി ഒരു തുള്ളിയില്ല. രാജാവ് ആകെ അന്തം വിട്ട് രാജാവായി കുന്തമായി.
രാജാവ് അണ്ടം വെട്ടി കുന്തമായ ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണ്. അല്ലെങ്കിൽ മലയാളം പറഞ്ഞു മലപ്പുറത്ത് ഞങ്ങളുടെ നാട്ടിലെ മലയാളം പറയാം. എന്താ കജ്ജിപ്പടി വെജ്ജായോ? വേദനായിട്ട് വെജ്ജ ഉസ്താദ്. നിന്റെ കജ്ജി വേദനായിട്ട് വെജ്ജായതുകൊണ്ട് വേദനായിട്ട് വെജ്ജ ഉസ്താദ്. കജ്ജ് എന്ന് പറഞ്ഞാൽ ഇത് ഈ സാധനത്തിന് ആ കജ്ജ് എന്ന് ഞങ്ങൾ നാട്ടിൽ പറയാം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ കയ്യുന്നാവും. വേദനായതുകൊണ്ട് വെജ്ജ എന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ. നമ്മളെ ബഹുമാനപ്പെട്ട കൽക്കട്ടയിൽ നിന്ന് വന്ന മാഷാണ്. ഇപ്പോൾ അടുത്തൊന്നുമല്ല. വെസ്റ്റ് ബംഗാളിൽ കൽക്കട്ടയിൽ നിന്ന് വന്ന മാഷ് നമ്മളെ അൽമദീനയ്ക്ക് വേണ്ടി കൽക്കട്ട വളരെ ദൂരത്തിൽ നിന്ന് വന്നിട്ട് കെടുമ്പാടി വഴി വന്ന നമ്മളെ മുഹമ്മദ് മാഷിന്റെ വീട്ടിൽ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. എന്തൊക്കെ ആദ്യം പറയാൻ മതി. അതൊക്കെ സനതുള്ളതാ. കൽക്കട്ട ഇങ്ങനെ വന്നത് ഒരു സംശയമില്ല. ഉപരി വന്ന് കൽക്കട്ടയിൽ അജ്മീർ ഹാജാരങ്ങളെ കറാമത്താണ്. രാജാവ് ബേജാറായിട്ട് പറഞ്ഞു അതാണ് സുന്നത്യമായത്തിന്റെ മൈക്കാന്ന് പറഞ്ഞത്. അയാള് പറഞ്ഞ ഉസ്താദിന് തോന്നുന്നു ഇപ്പൊ ഒച്ച ഉറക്കണമെന്ന്. അപ്പൊ നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അവിടെ ഒരു AB സൗണ്ടും വേണ്ട, ഒരു BC സൗണ്ടും വേണ്ട. ഉസ്താദ് വിചാരിച്ചാൽ അപ്പ സൗണ്ടാണ് ഓഫ്. സുഹൃത്തുക്കളെ, ഇതാ ബഹുമാനപ്പെട്ട ഹാജാതങ്ങൾ അടുക്കൽ വന്നു. ചരിത്രം സാക്ഷിയാണ്. ഹാജാതങ്ങളെ അടുക്കൽ വന്നിട്ട് രാജാവ് പറഞ്ഞു, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം. നിങ്ങൾ ഈ നാട്ടിൽ മുന്നോടി എത്ര കാലമാണെങ്കിൽ ജീവിച്ചോടി, കുഴപ്പമില്ല. കറാമത്ത് കാണിച്ചു കൊടുത്തപ്പോ, ഹാജാതങ്ങളെ കറാമത്ത് കാണിച്ചു കൊടുത്തപ്പോ രാജാവ് സൗകര്യം ചെയ്യുകയാണ്. അജ്മീർ നഗരിൽ എന്നും അജ്മീർ നഗരിൽ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം ഉണ്ടായത് അങ്ങനെയാണ്. ഔലിയാക്കള് കറാമത്ത് കാണിച്ചിട്ടാണ്. താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങളോട് ഉള്ളാളത്തെ അബ്ദുറഹ്മാനി കുഞ്ഞിക്കോയ തങ്ങൾ പഴയ കാലത്ത് അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരെ അറിയപ്പെട്ടിരുന്ന പേര്. അതേ താജുൽ ഉലമാ എന്ന ശിഷ്യന്മാര് നൽകിയ വിശേഷ പത്രമാണ്. ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ എന്റെ നാട്ടിൽ വന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഉള്ളാളത്ത് ദർശനം നടത്താൻ പോയപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങപ്പാപ്പ പറയാണ്, എന്റെ നാട്ടിൽ വന്ന് പറഞ്ഞാണ്, മോനെ എടാ ഞാൻ ഉള്ളാളത്ത് ദർശനം നടത്താൻ പോയപ്പോ അന്ന് മുത്തഫരിലാണ് ഞാൻ ദർശനം നടത്തിയത്. തങ്ങപ്പാപ്പ പറയാണ്, തങ്ങൾ ഉസ്താദ് പറയാണ്, മുത്തഫരിന്റെ ദർശനത്തിന് മോശപ്പെട്ടതൊന്നുമല്ലടാ, അത് വലിയ കിതാബാണടാ. അതുകൊണ്ട് ചെറിയ കുട്ടികളെ നിങ്ങൾ ഇത് മുത്തഫരി തന്നെയാണ് വിചാരിച്ചിട്ട് നിങ്ങൾ മോശം കരുതണ്ടടാ. ഞാൻ പഴയ കാലത്ത് ഉള്ളാളത്ത് ദർശനം നടത്താൻ പോയപ്പോ ആ നാട്ടുകാരെ സംസാരം എനിക്ക് തിരിയുന്നില്ല. ആര് പറയുന്നു? ആരാ പറഞ്ഞ മോനെ? മാത്രങ്ങൾ ഉള്ള തങ്ങൾ പറയാം, അവരെ സംസാരം എനിക്കും തിരുന്നില്ല, ഇന്റെ സംസാരം അവർക്കും തിരുന്നില്ല. അപ്പൊ ഇപ്പോൾ എനിക്കും കുറെ തിരിയാത്തുണ്ട്. ഇപ്പൊ ഈ ഭാര്യ കുറിച്ച് എന്താ പറയാ, മതനും പഠിച്ചോനെ ഞാൻ പൊത്തറ കിട്ടക്ക് സാപ്പാട് കഴിക്കാൻ പോകുന്നത്. ഞാൻ ചോദിച്ചു ഏതായി പാടാം, ഏതെങ്കിലും നായന്മാരെ പഠിക്കന്മാരൊക്കെ പേരാ ഉറമ്പേ പൊത്തരി. ഒരു ചങ്ങായി ഞാൻ ആ മറ്റേ തുമ്പെ ഡാമിന്റെ അടുത്ത് വളമൂര് കുറച്ച് ദിവസം താമസിച്ചിരുന്നു. ഹിസ്ബിന്റെ ക്ലാസ്സിൽ ഒരാൾ കാറേക്ക് വന്നു, ഉസ്താദേ ഇന്റെ പൊത്തര കിട്ടക്ക് ചോറ് കഴിക്കാൻ പോവാണ്. ഏത് പണിക്കറ നായർ ആരെ പൊത്തര ഈ പൊത്തരി സുഖാനോ നമ്മളെ വന്നിട്ട് നായന്മാരെ ഭക്ഷണം കഴിക്കാനാണോ? അപ്പൊ ഞാൻ അടുത്തിരിക്കുന്ന ഉസ്താദോട് ചോദിച്ചു, ഉസ്താദ് ഈ ഇംഗ്ലീഷ് വേർഡിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. പൊത്താറ വീട്. ആ ഉസ്താദ് ബേജാറാകണ്ട. ആ ഉസ്താദ് എന്നോട് പറഞ്ഞു, അബ്ദുൽ ഹമീദ് മുസ്ലിയാർ പറഞ്ഞു, ബേജാറാകണ്ട, പൊത്തറ വീടുന്നല്ല ഭാര്യന്റെ വീടുന്നാണ്, വേറെ മയനൊന്നുമല്ല. സിദ്ധരാമയ്യന്റെ വഴികൾ കൊണ്ട് ആവശ്യമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഏതായാലും അല്ലാഹു തആല എല്ലാ ഭരണാധികാരികൾക്കും ജനങ്ങൾക്ക് ഖൈറായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ചെയ്യണം. ആ മോനെ പോവല്ല, മൂത്രക്കാൻ പോവാ, അങ്ങനെ ആക്കിയില്ല. അതിന്റെ അർത്ഥം ഒന്നിനും പോവാണ്. ആയിക്കോട്ടെ പോയിക്കോട്ടെ.
കാരണം എന്താവുന്ന കസാര അരിപ്പാവും പിന്നെ നമ്മൾ മണത്തിട്ട് വയ്ക്കൂല നാട്ടിൽ ആ കുട്ടിക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ ആമീൻ പറഞ്ഞു. എല്ലാ മക്കൾക്കും അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനേ. നമ്മളെ ബഹുമാനപ്പെട്ട യഅഖൂബ് ലത്തീഫ് ഉസ്താദിന്റെ ശിഷ്യന്മാരെ വലിയ ബറക്കത്തുള്ള മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ മുഴുവൻ നാഫിയായ ഇൽമുള്ള ബറക്കത്തുള്ളവരാക്കണേ അല്ലാഹ്. അദബുള്ള മക്കളാക്കണം അല്ലാഹ്. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഒരൊറ്റ കുട്ടിയും പോകരുത്. അഥവാ പോയാൽ മൂത്രമൊഴിച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. അഥവാ അവിടെ വന്നിട്ടില്ലെങ്കിൽ പള്ളിയിനുള്ളിൽ കിടന്നുറങ്ങിയെങ്കിലും വേണം. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? ഇന്ത്യ രാജ്യത്തെ കറാമത്ത് കൊണ്ടല്ലേ അതാ ഖുതുബുസ്സമാൻ മുഹമ്മദ് ശരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കറാമത്ത് കാണിച്ച മഹാനല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട്, പഴയ മദനിമാര് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ മാസം ഉള്ളാളെ തങ്ങൾ പാപ്പാന്റെ ആണ്ടിന് വേണ്ടി ഉറൂസിന് വേണ്ടി ലക്ഷദ്വീപില് കടമത്ത് ദ്വീപില് പോയപ്പോ അവിടുത്തെ ഒരു മദനി ഉസ്താദി അവിടുത്തെ പാതി എന്നോട് പറയാണ്, ഞങ്ങളവിടെ പഠിക്കണ കാലത്ത് ഞങ്ങൾ ഉള്ളാളത്ത് പഠിക്കണ കാലത്ത് ഒന്നായിട്ട് വലിയ വെള്ളപ്പൊക്കം വന്ന് പള്ളിയും മദ്രസയും വലിയ 2 നില 3 നിലയുള്ള 2 ഫ്ലോർ 3 ഫ്ലോറുള്ള ബിൽഡിംഗ് ഒക്കെ വെള്ളത്തിൽ മുങ്ങിയപ്പോ ഉള്ളാളത്തെ ദർഗയടക്കം മുങ്ങിപ്പൊങ്ങുമെന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ശൈഖുനായോട് താജുൽ ഉലമ തങ്ങളോട് ചെന്നിട്ട് ഞങ്ങളെ സങ്കടം പറഞ്ഞപ്പോ താജുൽ ഉലമ തങ്ങൾ അതാ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ തങ്ങളടുക്കൽ ചെന്നു മുഹമ്മദ് ശരീഫുൽ മദനി തങ്ങളെ ദർഗയിൽ ചെന്നിട്ട് സങ്കടം പറഞ്ഞിട്ട് ഒരുപടി മണ്ണെടുത്തിട്ട് കുറച്ചപ്പുറത്ത് വെച്ച് ദർഗയുടെ ഖബർ ഷരീഫിന്റെ കുറച്ചപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞിടാ ബേജാറാകണ്ടടാ, ഈ മണ്ണ് വെച്ച സ്ഥലത്തിന്റെ ഇപ്പുറത്തേക്ക് വെള്ളം വരൂലടാ. താജുൽ ഉലമ തങ്ങൾ പറഞ്ഞതാണ്. അതിന്റെ ദൃക്സാക്ഷികൾ ഇന്നുണ്ട്. അബ്ബാസ് ഉസ്താദും ഒരുപക്ഷേ ദൃക്സാക്ഷിയായിരിക്കാം. അങ്ങനെ ഉറപ്പ് പറയാൻ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കല്ലാതെ വേറെ ആർക്കാണ് കഴിയുക? താജുൽ ഉലമ ഉള്ളാളം സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയത്തങ്ങൾ വരവോടെ നിങ്ങളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അവരെ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ഖാലിയായ ആലിമീങ്ങളാക്കണേ അല്ലാഹ്. അവർ വലിയല്ലെങ്കിൽ പിന്നെ ആരാണ് വലിയുള്ളത്? അതേ ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ ആലിമീങ്ങൾ വലിയല്ലെങ്കിൽ, നബവി ഇമാം വലിയല്ലെങ്കിൽ, ശാഫിഈ ഇമാം വലിയല്ലെങ്കിൽ, അതേ അബൂ ഹനീഫ ഇമാം വലിയല്ലെങ്കിൽ പിന്നെ ആരാ വലിയുള്ളത്? ആലിമീങ്ങൾ ഒന്നാം നമ്പർ വലിയ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളിവിടെ ശാഫിഈ ഇമാമിന്റെ മധുര പറഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് കറാമത്തുണ്ടായത്. ഒറ്റ സംഭവം ബറക്കത്തിന് വേണ്ടി ഇവിടെ നിലനിന്നത് ഔലിയാക്കന്മാരെ കൊണ്ടാണ്. ഔലിയാക്കന്മാർ എങ്ങനെ ഉണ്ടാകല്? ഇൽമ് പഠിച്ചവരാണ് വലിയ ഔലിയാക്കന്മാർ അല്ലേ? ഇൽമില്ലാത്തവർ യഥാർത്ഥ വിലായത്തിന്റെ പരിപൂർണത എത്തിച്ചവർ ഏറ്റവും വലിയ ഔലിയാക്കന്മാരാണ്. അമ്പിയാക്കന്മാരെ കഴിച്ചാൽ അമ്പിയാ മുർസലീങ്ങളെ കഴിച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആളാരാ? 1,24,000 അല്ലെങ്കിൽ 2,24,000 അമ്പിയാക്കന്മാരെ കഴിച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആയിരിക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനാണ് ഏറ്റവും വലിയ ഇൽമുള്ളത്. ആർക്ക്? അതേ ഏറ്റവും വലിയ അവരാണ്. അമ്പിയാക്കളെ കഴിച്ചാൽ ഏറ്റവും വലിയ ഇൽമുള്ളത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് മഹോജ. അവരാണ് ഏറ്റവും വലിയ വലിയ. അതേ ഏറ്റവും വലിയ ഔലിയാക്കൾ സ്വഹാബികളാണ്. ആ സ്വഹാബികളെ കൂട്ടത്തിൽ ഗൈറുള്ള ഔലിയാക്കന്മാര് ബദരീങ്ങളാണ്. ആ ബദരീങ്ങളെ കൂട്ടത്തിൽ ഗൈറുള്ള ഔലിയാക്കൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരാണ്. പക്ഷേ പിൽക്കാലത്ത് വന്ന ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ ദീനൊക്കെ നശിച്ച് ആകെ ഹലാക്കായ സമയത്ത്, ബിദ്അത്ത് വ്യാപകമായ സമയത്ത്, ശരീഅത്ത് വ്യാപകമായ സമയത്ത് വന്ന കൂടുതൽ കറാമത്ത് കാട്ടിയ വലിയാണ്
മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അല്ലാഹുവേ ഞങ്ങൾക്ക് അവരെ മഖബറയിൽ ഒന്ന് പോയി സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ് ആമീൻ എല്ലാവരും മൊയ്തീൻ ശൈഖിന്റെ പേരിൽ ഒറ്റ സ്വലാത്തിന്റെ കൂടെ ആ സദസ്സിലുള്ളവർ നിന്നാൽ മതി ഒന്ന് എണീറ്റ് പറ്റി കാരണം എന്താണോ ചെറിയ ഉറക്കം എല്ലാവർക്കും വരുന്നുണ്ട് കാരണം ചൂടില്ലാത്ത കൊണ്ടിട്ടാണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം